ജയശങ്കർ സാർ, കുംഭമേള കഴിഞ്ഞ ദിവസം വ്യാപകമായി നടത്തിയ വാഹന പരിശോധനകളിൽ ഒന്നിൽ നിന്നും കണ്ടെത്തിയ വസ്തു കണ്ട് നമ്മളൊക്കെ ആ വാർത്ത കണ്ട് വളരെ ഞെട്ടിയിരുന്നു. പക്ഷെ അതിനുശേഷം ആ വാർത്തയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതിയോ അല്ലെങ്കിൽ മറ്റു ചർച്ചകളോ ഒക്കെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കുംഭമേള കഴിഞ്ഞ ദിവസം നടത്തിയ വാഹന പരിശോധനയിൽ നിന്ന് അതിഭീകരമായ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. എന്തുകൊണ്ടായിരിക്കാം പിന്നീട് അത് വലിയൊരു വാർത്തയാവാഞ്ഞത്, അല്ലെങ്കിൽ ആർക്കും അതിലൊരു ദുരൂഹതയോ അല്ലെങ്കിൽ ഒരു അപകടമോ തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കാം? സത്യത്തിൽ കുംഭമേള, അതും മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലും കണ്ണൂരിലുമായി നടന്ന ഈ കുംഭമേള യഥാർത്ഥ കുംഭമേളവുമായി വളരെ സമാനതയോടുകൂടിയിട്ടാണ് നടന്നത്. സത്യത്തിൽ 200 നൂറ്റാണ്ടുകൾ മുന്നേ ഇവിടെ ഇത്തരത്തിലുള്ള കുംഭമേളകൾ നടന്നിരുന്നു. അത് പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നു. ചില സാമൂഹ്യ ലഹളകളുടെ തുടർച്ചയായ പ്രശ്നം കാരണം കൊണ്ട് അന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അത് നിരോധിച്ചിരുന്നു. പക്ഷെ തികച്ചും ഹിന്ദു വിശ്വാസികളുടെ ദൈവീകമായ പൗരാണികമായ വളരെയധികം കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേളയായിരുന്നു ഈ കുംഭമേള. ഈ കുംഭമേള ഇവിടെ തുടങ്ങാൻ, അതായത് കുറെ കാലങ്ങൾക്ക് ശേഷം, അതും ജനാധിപത്യ രീതിയിൽ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരണത്തിലേറി, സംസ്ഥാനത്ത് ഒരു ജനാധിപത്യ ഭരണമുണ്ടായി, എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ച് കേരളത്തിലെ ഒരു പ്രധാന ഉത്സവമാണ് സത്യത്തിൽ ഈ കേരളത്തിലെ കുംഭമേള. അത് ഇവിടെ ഭരിച്ചവർ, അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ച് ഇവിടെ മാറി മാറി ഭരിച്ചവർ ആരും തന്നെ ഈ ഹിന്ദു ഉത്സവം വീണ്ടും തുടങ്ങാൻ ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തില്ല എന്നു മാത്രമല്ല, ഇപ്പോൾ നടന്ന, അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇത്ര ഭംഗിയായിട്ട് ഒരു കുംഭമേള അവിടെ നടന്നു. ആ കുംഭമേള അവിടെ വന്നു, അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി. ഏതാണ്ട് അടുക്കാരായപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മുന്നേ ഇവിടുത്തെ ഭരണകൂടം കുംഭമേള സ്റ്റോപ്പ് മെമ്മോ ഇറക്കി. ഈ കുംഭമേളയുടെ നടത്തിപ്പുകാരെ വളരെയധികം ടെൻഷൻ അടുപ്പിച്ചു. എന്നാൽ ഈ നേതൃത്വം കൊടുത്തിരുന്ന സന്യാസി വര്യന്മാർ വളരെ ശക്തമായി പറഞ്ഞു, ആര് നിരോധിച്ചാലും ഇവിടെ കുംഭമേള നടന്നിരിക്കുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുംഭമേള തുടങ്ങി വെച്ചു. ആദ്യത്തെ ദിവസം കഴിയുമ്പോ ജനക്കൂട്ടം അവിടെ ഉണ്ട്. പക്ഷെ ഈ ഭരണകൂടം വിശ്വസിച്ചില്ല ഇത് വലിയൊരു സംഭവമായി മാറുമെന്ന്. ഓരോ ദിവസം, അതിന്റെ ഒരു തമാശ പറയാം, ആദ്യത്തെ ദിവസം അവിടെ വെറും 500 പേർക്കുള്ള ഫുഡേ കരുതിയുള്ളൂ. കാരണം എത്ര ആള് വരുന്ന അറിയില്ല. ആദ്യത്തെ ദിവസം 500, നെക്സ്റ്റ് ഡേ അത് 3000 ആളായി, പിന്നെ അത് 15000, 35000, 50000, ഇങ്ങനെ കയറിപ്പോയി. കുംഭമേള കഴിയുമ്പോഴേക്കും അതിന്റെ ആരതി കാണാൻ വൈകുന്നേരങ്ങളിൽ വലിയ തിരക്കായിരുന്നു. അപ്പൊ ഈ ഗവൺമെന്റ്, സർക്കാർ എന്താണ് ഇതിനെ എതിർക്കുന്നത്? ഇതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് കുംഭമേള ഒരു യുദ്ധോത്സവമാണെന്ന് വരുത്തി തീർത്ത് അത്തരത്തിലുള്ള നുണക്കഥകൾ പ്രചരിപ്പിച്ച് ഈ ഹിന്ദുവിന്റെ ആചാരത്തെ ഇല്ലാതാക്കുക. കാരണം ഹിന്ദുവിന്റെ ഇത്തരത്തിലുള്ള ഒരു ആചാരമായിരുന്നു പണ്ട് അയോധ്യയിൽ ആ രാമക്ഷേത്ര നിർമ്മാണം വന്ന സമയത്ത് ഉണ്ടായത്. അത് വന്നതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അതുപോലെ തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ഹിന്ദു ഉത്സവം രണ്ടാമതും ഉടലെടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് മാറി മാറി ഭരിക്കുന്ന മുന്നണികൾക്കും വളരെയധികം ജിജ്ഞാസയും ആകാംക്ഷയും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത് ഇപ്പൊ തന്നെ ഈ കുംഭമേള കഴിഞ്ഞപ്പോ തന്നെ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ പറഞ്ഞു പരത്തിയത് എന്തായിരുന്നു? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ്. എന്നാൽ കുംഭമേളയുടെ പരിസരത്ത്, അതായത് തിരുനാവായ അമ്പലത്തിന്റെ പരിസരത്ത് 95% വീടുകളും മുസ്ലിം വീടുകളാണ്. അതാണ് എന്റെ പ്രത്യേകത. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം അവിടെ ആകെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഭാരതപ്പുഴയിലെ ഒഴിഞ്ഞ ഭാഗം മാത്രമാണ്. അപ്പൊ ഈ ഒഴിഞ്ഞ ഭാഗത്താണ് ഈ കുംഭമേള പൂർണ്ണമായിട്ടും നടക്കുന്നത്. ഈ കുംഭമേള കഴിഞ്ഞപ്പോൾ ഒരു തമാശ കേൾക്കണോ? ഈ മുസ്ലിം വീട്ടിലെ മനുഷ്യർ, അവർക്ക് വളരെയധികം അവർ ഈ പല ടിവിയിലെ ചർച്ച വന്നു ഈ മേള കഴിഞ്ഞിട്ട്. അവർക്കും തുടക്കത്തിൽ ഈ രണ്ട് മുന്നണികളും രാഷ്ട്രീയക്കാരും പറയുന്നത് കേട്ടപ്പോ അവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇവിടെ എന്നുള്ളത്. സത്യത്തിൽ ഈ മേള കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വളരെ ഹിന്ദുക്കളെ കാട്ടി സന്തോഷവാന്മാരാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവര് വിചാരിച്ച യാതൊരു പ്രോബ്ലവും അവിടെ ഒന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കച്ചവടങ്ങളെല്ലാം വളരെ ഭംഗിയായി, അവർക്ക് ഒരു കൊല്ലത്തോളം കിട്ടേണ്ട കച്ചവടം ഈ 15 ദിവസം കൊണ്ട് അവർക്ക് കിട്ടി. അപ്പൊ അവര് വളരെ ഹാപ്പി. അവര് പറയാണ്, അടുത്ത കൊല്ലം ഞങ്ങൾ ഇതിൽ കൂടുതൽ ഈ മേളയ്ക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇനി ഇതിലൊരു കാര്യമുണ്ട്. ഇവിടെ ഈ അയോധ്യയില് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അവിടുത്തെ മുസ്ലിം മഹല്ല് കമ്മിറ്റി. അവർക്കറിയായിരുന്നു ഇത് പള്ളി പൊളിച്ച് അന്നത്തെ മുസ്ലിം രാജാവായ ബാബർ അയാളുടെ പേരിൽ അമ്പലം പൊളിച്ച് അയാളുടെ പേരിൽ ബാബർ മസ്ജിദ് പണിതാണ് അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക് അറിയാം. അപ്പൊ ഇത് പുരാവസ്തു ഗവേഷക അന്വേഷണം ഒക്കെ ആയപ്പോ ആ മഹല്ല് കമ്മിറ്റി പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ പള്ളി വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം, ഇവിടെ അമ്പലം തന്നെ വേണ്ടത്, ഹിന്ദുവിന് അവരുടെ പ്രധാന ദൈവമായ ശ്രീരാമന്റെ ഓർമ്മയുടെ ക്ഷേത്രമായ അതവിടെ പണിയണം എന്നാണ് അവിടുത്തെ മഹല്ല് കമ്മിറ്റി പറഞ്ഞത്. ഞങ്ങൾക്ക് എങ്ങനെയാണോ ഞങ്ങൾ ഇന്ന് മക്ക ആരാധിക്കുന്നത് അതുമാതിരി തന്നെയാണ് ഹിന്ദുക്കൾക്ക് ഇവിടെ, ഇതൊരു മതേതര രാഷ്ട്രമാണ്. പക്ഷേ ഈ പ്രശ്നം തീരാൻ പാടില്ല. ആർക്ക് പ്രധാനമായിട്ടും അതിനെ എതിർത്തത് അന്നത്തെ എന്താണ് ചാറ്റർജിക്ക് പേര് മുഴുവൻ പറയാൻ അറിയില്ല, CPM ആണ് അതിനെ ഏറ്റവും അധികം എതിർത്തത്. ഇത് തീരാൻ പാടില്ല. പിന്നെ കോൺഗ്രസും. തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ ഇവിടെയും ഈ മാമാങ്കം വരരുത്. വന്നു കഴിഞ്ഞാൽ ഹിന്ദു ഉണരും, ഹിന്ദു ഉണർന്നാൽ ഞങ്ങൾ ഇല്ലാതാവും. അത് പ്രശ്നമാക്കി തീർക്കാൻ മുസ്ലിങ്ങളെ മുന്നിൽ നിർത്തണം. പക്ഷെ പ്രശ്നം അവരൊന്നും വിചാരിച്ചില്ല. വളരെ സമാധാനപരമായിട്ട് അവിടെ നടന്നു, വളരെ ഭംഗിയായിട്ട് നടന്നു. ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ വളരെയധികം ഹാപ്പിയായി. ആ പുഴ ഇന്ന് കണ്ടാൽ എന്തൊരു പഴയ ഭാരതപ്പുഴയായിട്ട് മാറി. ഇനി ഇപ്പോ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അതായത് കുംഭമേളയുടെ അവസാന ദിവസമാണ് കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കയറ്റി വന്ന ഒരു ലോഡ് ഈ ബോംബുകള്, സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നത്. അപ്പൊ ഇത് പിടിച്ചു, ആ ഡ്രൈവറൊക്കെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ഇത് എവിടേക്ക് വന്നതാണെന്നോ ആര് കൊണ്ടുവന്നതാണെന്നോ ഒന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, ഈ കുംഭമേളയുടെ അവസാന ദിവസത്തോടെ എത്തിക്കേണ്ട ഭാഗമായിട്ട് ആരെങ്കിലും ഓർഗനൈസ് ചെയ്തതായിരിക്കുമോ? അത് അവിടെ എത്തിയിരുന്നു എങ്കിൽ പണ്ട് കാലത്ത് മാമാങ്ക സമയത്ത് നടന്ന അതേമാതിരിയുള്ള ഒരു ലഹള ഇവിടെ ഉണ്ടാക്കണം എന്ന് പദ്ധതിയിട്ടിട്ടാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഇതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഞാൻ അത് പറയാൻ കൂടി വേണം. അതായത് ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തന്നെ ഇതൊരു കച്ചവട മേളയാണ്. മനസ്സിലായോ? അതായത് 12 കൊല്ലം കൂടുമ്പോഴാണ് ഇത് ശരിക്കും അന്ന് നടന്നിരുന്നത്. അന്നത് നടക്കുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, അന്യ രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകളിൽ പൊന്നാനിക്കടപ്പുറത്ത് ഇവര് വന്ന് പൊന്നാനിക്കടവിൽ വന്ന് ഇറങ്ങി റോഡ് മാർഗം തിരുനാവയിൽ വന്ന്
വലിയ ഒരു ജനസമൂഹമാണ് അവിടെ വരുന്നത്. പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? സ്ഥലത്തിന് ഈ കുംഭമേള നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ പാലാഴി മദനം കഴിഞ്ഞിട്ട് അമൃത് എടുത്തുകൊണ്ട് ഗരുഡൻ പറന്നു പോവാണ്. ആ പറന്നു പോകുമ്പോൾ ആ അമൃത് വീണ സ്ഥലങ്ങളാണ് ഹരിദ്വാർ, ഋഷികേശ്, പ്രയാഗ്രാജ്, ഉജ്ജയി, നാസിക്. അവിടെയൊക്കെ ഈ അമൃത് വീണു. അവിടെയാണ് ഇന്ന് ഈ മാഘമാസമായ മകം നക്ഷത്ര ദിവസം മഹോത്സവമായിട്ട് ഈ മാഘോത്സവം നടത്തുന്നത്. അതുപോലെ തന്നെ ആ ഗരുഡൻ പോകുമ്പോൾ ഈ തിരുനാവായിലും തവന്നൂരിലും ഈ അമൃത് വീണിട്ടുണ്ടെന്നാണ് സങ്കല്പം. അപ്പോ അതേ പ്രാധാന്യം തന്നെ ഈ ഭാരതപ്പുഴയിൽ ഈ അമൃത് വീണത് കാരണം ഉണ്ടായത് കൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തിന്റെ മുകളിൽ ഇവിടെ ഈ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതില് എല്ലാ മതത്തിലുള്ളവരും വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തിരുന്നു. അന്ന് ആ കാലഘട്ടങ്ങളിൽ ഈ ഇവിടെ ഭരിച്ചിരുന്നത് പെരുമാൾമാരാണ്. 12 കൊല്ലാണ് പെരുമാൾ ഭരിക്കുക. ആ 12 കൊല്ലം കഴിയുമ്പോ ആ പെരുമാളിനെ ഒരു പൊതുവേദിയിൽ, ഉയർത്തിയുണ്ടാക്കിയ പൊതുവേദിയിൽ കയറ്റി നിർത്തി തല വെട്ടിയിടുന്നാ പറയുന്നത്. എന്നിട്ട് ഒരു ഉത്സവം നടത്തിയിട്ടാണ് അത്ര അടുത്ത. അപ്പൊ അവസാനത്തെ പെരുമാളാണ് ചേരമാൻ പെരുമാൾ. അദ്ദേഹത്തിനും പക്ഷെ അദ്ദേഹം തലവെട്ടാതെ അദ്ദേഹം തന്നെ സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങളെല്ലാം അവിടെ ഇപ്പോഴും പുരാണമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു തറയുണ്ട്. ആ തറ എന്ന് പറഞ്ഞാൽ എത്രയോ പൂർവീകമായിട്ട് വിചാരണ തറ എന്നാ പറയണത്. അവിടെ കേരള സർക്കാർ പുരാവസ്തു കേന്ദ്രം എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ആ തറയുടെ മുൻഭാഗത്ത്. അപ്പോ ഈ കുംഭമേള നടന്നപ്പോ ഈ തറയും ഈ വരുന്ന ജനങ്ങൾ ശരിക്കും കാണേണ്ടതാണ്. പക്ഷെ അവിടെ ഒരു തമാശയുണ്ട്. ഈ തറ ഈ പറയുന്ന ആൾക്കാർക്ക് ഇത് അറിയില്ല ഇങ്ങനെ സംഭവം. അത് കാരണം ഒരാളും അങ്ങോട്ട് കാണാൻ പോയില്ല. എന്തുകൊണ്ട് പോയില്ല എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ട് പ്രചരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. അതായത് ഒരാളുടെ കയ്യിലിരിക്കുന്ന സ്ഥലത്തിന്റെ. അപ്പോ അത് കാരണം ഇനി പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ നിലപാട് തറ കാണിച്ചില്ല. സത്യത്തിൽ ഈ ചടങ്ങുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നിലപാട് തറ. അതിനോട് തൊട്ട സ്ഥലത്താണ് ഇപ്പത്. അപ്പോ അടുത്ത കൊല്ലം ഞാൻ അവിടെ പോയപ്പോൾ പറഞ്ഞു ഈ നിലപാട് തറ ജനങ്ങൾ കാണണം. അതിനോട് ചേർന്ന് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ക്ഷേത്രവും ഉണ്ട്. അപ്പോ ഇതും കൂടി അതിന്റെ ഒരു ഭാഗമാണ് ഈ നിലപാട് തറ. അത് കാണിച്ചിട്ടില്ലേ, വളരെ ബന്ധവസായിട്ട് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഈ വരുന്ന ജനങ്ങൾ, അതായത് ഇപ്പോ കുംഭമേളയിൽ ഈ പ്രാവശ്യം ഉണ്ടായത് അത്ര വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. കുറെ ജനങ്ങൾ വന്നു, ആരതി ഉണ്ടായി എന്നൊക്കെ ഉള്ളൂ. പക്ഷെ പണ്ട് കാലത്ത് നടക്കുമ്പോ സാഹിത്യോത്സവം, കാർഷികോത്സവം, സാംസ്കാരികോത്സവം, അങ്ങനെയുള്ള എല്ലാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാതരം കച്ചവടങ്ങളും അവിടെ വന്ന് നിറയും. ഈ 28 ദിവസം 27 ദിവസവും അവിടെ ഒരു ഭയങ്കര ജനസമുദ്രവും ഉത്സവവുമാണ്. 28ാം ദിവസം മാഘമാസത്തിലെ ഈ മകം നക്ഷത്രമാണ്. അന്നാണ് മാമാങ്ക ഉത്സവം നടക്കുന്നത്, ലാസ്റ്റ് ഉത്സവം. അപ്പോ ഇത്രയും ഭംഗിയായി നടക്കുന്ന ഹിന്ദുവിന്റെ ഒരു മഹോത്സവം കേരളത്തിൽ പുനർജനിച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നമായി മാറുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ മാറി മാറി ഭരിക്കുന്ന രണ്ട് മുന്നണികളുടെ ആൾക്കാരും ഇതിന്റെ ഈ ഭാഗത്തേക്ക്, അതായത് ഈ ഉത്സവം നടക്കുന്ന ഭാഗത്തേക്ക് കോൺഗ്രസിന്റെ ഒരു നേതാവോ ഓപ്പോസിഷൻ ലീഡറോ അല്ലെങ്കിൽ LDFന്റെ CPMന്റെ മുഖ്യമന്ത്രിയോ ആരും തന്നെ വന്നില്ല എന്ന് മാത്രമല്ല, ഈ സമയത്ത് തന്നെ EP അബ്ദുൽ മുസ്ലിയാരുടെ സമ്മേളനം അവിടെ നടക്കുമ്പോ അതേമാതിരി തന്നെ കത്തോലിക്ക സഭയുടെ വലിയൊരു സമ്മേളനം അപ്പുറത്ത് നടന്നിരുന്നു. അവിടെയും ഇവരെ പോയി. എന്നാൽ ഹിന്ദുക്കളായ സതീശനും പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ
ഈ മാമാങ്കോത്സവത്തിൽ പങ്കെടുക്കാൻ ചെന്നില്ല എന്നുകൂടി നമ്മൾ ഓർക്കുമ്പോൾ, ഈ സ്ഫോടക വസ്തു വന്ന് പിടിക്കുമ്പോൾ, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്കിലും ഊഹാഭാവങ്ങൾ നമുക്ക് അനുമാനിക്കാം. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് ചർച്ചയാവാതെ പോയി എന്നത് വളരെ വലിയ ചോദ്യം തന്നെയാണ്. പക്ഷെ ഈ രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ആ ലോറിയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ അത് കുംഭമേളയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ കുംഭമേള നടക്കാതിരിക്കാൻ വേണ്ടി ചില ശക്തികൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ചിലരുടെയെങ്കിലും ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് കുംഭമേള വളരെ സമാധാനപൂർവ്വത്തോടുകൂടി തിരുനാവായയിൽ പൂർണ്ണമാക്കാൻ സാധിച്ചത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.